ശശി തരൂരിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി കെ മുരളീധരൻ. കേരളത്തിൽ ഒരു കാലത്തും കോൺഗ്രസിന് നേതൃക്ഷാമം ഇല്ല, പലരും അതിന് യോഗ്യരാണ്. ഇവിടെ നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ ആളുകൾ ഉണ്ടെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. എല്ലാവരും ജയിക്കുന്നത് പാർട്ടി വോട്ടുകൾക്ക് പുറത്തുള്ളവരുടെ വോട്ടുകൊണ്ടാണ്. പിണറായി വിചാരിച്ചാൽ പോലും മൂന്നാമത് അധികാരത്തിലെത്താൻ കഴിയില്ല എന്നും മുരളീധരൻ. അദ്ദേഹം കേരളത്തിലെ 18 UDF MP-മാരിൽ ഒരാളാണ്. അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ ഒരുപക്ഷെ പാർലമെൻറ്റിൽ നന്നായി സംസാരിക്കാൻ മറ്റുള്ളവരെക്കാൾ അദ്ദേഹത്തിന് കഴിവുണ്ടാകും. ഇപ്പോൾ ലോക്കൽ പൊളിറ്റിക്സിൽ ഞങ്ങൾക്കുള്ള അറിവ് പോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ അദ്ദേഹത്തിന് അറിവുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കണം, ആരെയും നമ്മൾ ഇടിച്ചു കാഴ്ത്തരും. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കൂടുതൽ നാഷണൽ പൊളിറ്റിക്സിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടുതൽ കഴിയുക. ഇവിടെ ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാരൊക്കെ പോലെ. മഹേഷ് തുടരുന്നുണ്ട്. മഹേഷ്, എല്ലായ്പ്പോഴും കെ മുരളീധരന്റെ പരാമർശങ്ങളിൽ ഈ ഒരു ധ്വനിയുണ്ട്. ഇവിടെ ഞങ്ങൾ സാധാരണക്കാരൊക്കെയുണ്ട്. തരൂർ കേന്ദ്രത്തിലെ കാര്യം നോക്കിക്കൂടെ? തരൂർ വിശ്വ പൗരനല്ലേ, അദ്ദേഹത്തിന് അത്തരം വലിയ വിഷയങ്ങളില്ലേ എന്ന മട്ടിൽ എല്ലായ്പ്പോഴും പ്രതികരിക്കുന്നത് കെ മുരളീധരനാണ്. ഈ കെ മുരളീധരന്റെ പരാമർശം ഒഴിച്ചാൽ എന്തൊക്കെയായിരിക്കും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രതിരോധം? ഏത് രീതിയിലായിരിക്കും കോൺഗ്രസ് ഇതിനെ നേരിടാൻ പോകുന്നത്? സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ചും തരൂരിനെ പോലെ ഒരു നേതാവ് ഈ വിധത്തിൽ യുദ്ധപ്രഖ്യാപനവുമായി മുന്നിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളിൽ തികഞ്ഞ അതൃപ്തി തരൂരിൻ്റെ പല അഭിപ്രായ പ്രകടനങ്ങളുമുണ്ട്. അത് രൂക്ഷമാകാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിൻ്റെ ഒരു വെടിപൊട്ടിക്കൽ മാത്രമായിട്ട് കണക്കിലെടുത്താൽ മതി കെ മുരളീധരൻ്റെ വാക്കുകൾ. അതിന് രൂക്ഷമായ രീതിയിലേക്ക് പ്രതികരണം തരൂരിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം കേരളത്തിൽ കോൺഗ്രസിന് നല്ലൊരു നേതാവില്ല എന്ന അദ്ദേഹത്തിൻ്റെ പരാമർശം നേരെ ചെന്ന് തറയ്ക്കുന്നത് ആരിലൊക്കെ ആണ് എന്നുള്ളതുപോലെ തന്നെ ആ പ്രതികരണങ്ങൾ ഉണ്ടാവും. പ്രതിപക്ഷ VD സതീശനടക്കമുള്ള നേതാക്കൾ, രമേശ് ചെന്നിത്തല നേതാക്കൾ, അവർക്കൊക്കെ തന്നെ പ്രതികരിക്കേണ്ട സ്ഥിതി വരും. അത്തരത്തിലേക്ക് കേരളത്തിൽ നേതൃത്വത്തിന് ക്ഷാമമില്ല എന്ന കെ മുരളീധരന്റെ വാക്കുകൾക്ക് പിന്തുണയായി കൃത്യമായ രീതിയിലേക്ക് തരൂരിനെ കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇക്കാര്യത്തിൽ തരൂർ വ്യക്തമാക്കുന്നത് ഈ നിലയിൽ തുറന്നു പോയി കഴിഞ്ഞാൽ പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് അത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ മാത്രം ഒരു വികാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് പൊതുവെ ഈ വികാരമുണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അതിന് ബലം നൽകുവാനും തനിക്കൊപ്പം ആളെ കൂട്ടാനുമുള്ള ഒരു നീക്കം തന്നെയാണ് തരൂരിന്റെ ഭാഗത്തുണ്ടാകുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. അങ്ങനെ കേന്ദ്രത്തിൽ തരൂരിന് ഏതെങ്കിലും സ്ഥാനം കൊടുത്തിരുന്നെങ്കിൽ തരൂർ തൃപ്തനാകുമായിരുന്നു. ആ നിലയിൽ ഉണ്ടായില്ല. പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന സ്ഥാനമായിരുന്നു തരൂർ ലക്ഷ്യം വെച്ചത്. അത് ലഭിച്ചില്ല. മാത്രമല്ല ഈ തരത്തിലേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു, പരാജയപ്പെട്ടു. CWC അംഗമാക്കി. അപ്പോൾ രമേശ് ചെന്നിത്തല സ്ഥിരമായിട്ട് ക്ഷണിതാവായി തുടരുന്ന ആളായി മാറിയിരിക്കുന്ന പ്രത്യേക ക്ഷണിതായി തുടരുന്നു. അദ്ദേഹത്തിന് പോലും നൽകാത്ത ഒരു സ്ഥാനം പ്രവർത്തക സമിതി അംഗം, സ്ഥിരം പ്രവർത്തക സമിതി അംഗമായിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു തരൂരിനെ. അതിൽ തരൂർ തൃപ്തനാകാതെ ഇത്തരത്തിലേക്ക് നീക്കങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ളത്. തരൂരിൻ്റെ ഇക്കാര്യങ്ങളിലുള്ള പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെ അടക്കം വാഴ്ത്തിപ്പാടുന്ന രീതികളൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ സാധ്യതകൾക്ക് തുരങ്കം വയ്ക്കുന്നതാണ്. ഏത് തരത്തിലേക്കാണ് കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയപരമായി പ്രചരണങ്ങൾ നയിക്കുന്നത്, അതിനെതിരായ നിലപാട് എപ്പോഴും തരൂർ സ്വീകരിക്കുന്നു. അത്തരം നിലപാടുകൾ ആണ് പാർട്ടിക്ക് തിരിച്ചടിയാവുന്നതെന്നാണ് കോൺഗ്രസ് ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. ലക്ഷ്മി, ഏതായാലും തരൂർ യുദ്ധമുഖം തുറക്കുകയാണ്. തനിക്ക് വേറെ വഴികളുണ്ട് എന്ന് തരൂർ സൂചിപ്പിക്കുന്നുണ്ട് ഒരു അഭിമുഖത്തിൽ. അതിന് മറുപടി പറഞ്ഞിരിക്കുന്നു കെ മുരളീധരൻ. കേരളത്തിൽ ഒരു കാലത്തും കോൺഗ്രസിൽ നേതൃക്ഷാമമില്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ തരൂർ വിഷയം കോൺഗ്രസിന് ഒരു തീരാ തലവേദനയായി തുടരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്ത് സമീപനമായിരിക്കും ഇതിൽ സ്വീകരിക്കുക കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം? പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ, രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ, കെ സുധാകരനെ പോലുള്ളവരൊക്കെ ഇതിൽ എന്ത് മറുപടിയാകും പറയുക എന്നറിയുവാനാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. തരൂർ ഏതായാലും രണ്ടും കൽപ്പിച്ചു തന്നെയാണ്.